بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد. ഇന്ന് നമ്മൾ സൂറത്ത് അൻ-നസ്ർ വിശുദ്ധ ഖുർആനിൽ എത്രാമത്തെ അധ്യായം? വിശുദ്ധ ഖുർആനിൽ എത്രാമത്തെ അധ്യായം? അവിടുന്ന് അങ്ങോട്ട് കൂട്ടിയാലും മുമ്പ് പറഞ്ഞത് ശരിയാണ്. താഴത്തുനിന്ന് കൂട്ടിയാൽ 5. നമ്മൾ മുകളിൽ നിന്നാണ് താഴത്തുനിന്ന് പറഞ്ഞിട്ടില്ല. മുമ്പ് പറഞ്ഞത് കറക്റ്റാണ്. അവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിയാലോ? 109 സൂറത്ത് അല്ലേ? 109 സൂറത്ത്. ഈ സൂറത്ത് ഇതിന് സൂറത്ത് അൻ-നസ്ർ എന്നും അതേപോലെ സൂറത്ത് ഇദാ ജാഅ നസ്റുല്ലാഹ് എന്നും സൂറത്ത് തൗദിയ എന്നും പേരുണ്ട്. അത്തൗദിയ നസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? സഹായം അല്ലേ? സഹായം. ഇദാ ജാഅ നസ്റുല്ലാഹ് എന്ന് പേരിടാൻ കാരണം അതിന്റെ തുടക്കം അങ്ങനെയാണ്. അത്തൗദിയ എന്ന് പേരിടാൻ കാരണം, സൂറത്ത് തൗദിയ പേരിടാൻ കാരണം, ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്താണ് തങ്ങൾക്കുള്ള മരണവാർത്തയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ മരണവാർത്തയാണ് ഈ സൂറത്ത്. അതുകൊണ്ട് തന്നെ ഈ സൂറത്തോട് കൂടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ത് ചെയ്യാണ്? പിന്നെ തൗദിയ എന്ന് പറഞ്ഞാൽ യാത്രയാക്കലാണ്. യാത്രയാക്കൽ. ആ അർത്ഥത്തിലാണ് സൂറത്തു തൗദിയ എന്ന് ഇതിന് നാമകരണം വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് പിന്നെ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ച എത്ര വർഷം? നബിയായിട്ട് ജീവിച്ചത് 23 വർഷം. 23 വർഷം. ആ 23 വർഷ കാലഘട്ടത്തിലാണ് 114 അധ്യായങ്ങൾ ഇവിടെ ഇറങ്ങിയത്, വിശുദ്ധ ഖുർആനായിട്ട് ഇറങ്ങിയത്. ആ 114 അധ്യായങ്ങളിൽ 114ാമത്തെ അവസാനത്തെ സൂറത്താണ് ഏത്? സൂറത്തുൻ നസ്ർ. ഈ സൂറത്താണ് അവസാനമായി ഇറങ്ങിയ ഒരു ഫുൾ ചാപ്റ്റർ, അധ്യായം, ഫുൾ ചാപ്റ്റർ. ഇതിന് ശേഷം വേറൊരു സൂറത്ത് ഇറങ്ങിയിട്ടില്ല മുഴുവനായിട്ട്. അതേസമയം ചില ആയത്തുകൾ ഇറങ്ങിയതിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുന്നതിന്റെ 3 മാസം മുമ്പാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ഇത് ഇറങ്ങിയിട്ട് 3 മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. അതേസമയം ആ 3 മാസത്തിനുള്ളിലും ചില ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്, ചില വചനങ്ങൾ. സൂക്തമായിട്ട് ഇത് ചില വചനങ്ങൾ, ഇപ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ, അതേപോലെ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് പറയുന്ന ആയത്ത്, അതേപോലെ സൂറത്തു നിസാഇന്റെ അവസാനത്തിൽ യസ്തഫ്തൂനക ഖുലില്ലാഹു യുഫ്തീകും ഫിൽ കലാല എന്ന് തുടങ്ങുന്ന ആയത്ത്, അതൊക്കെ ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷവും ഇറങ്ങിയ ആയത്തുകളാണ്. പക്ഷെ അവസാനം ഇറങ്ങിയ സൂറത്ത് ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്?
അത് സൂറത്തുൻ നസ്റാണ്, അല്ലെങ്കിൽ സൂറത്ത് ഇദാ ജാഅ നസ്റുല്ലാ എന്ന് പറയുന്ന ഈ സൂറത്താണ്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൽ സമ്മേളിച്ചപ്പോൾ അവതീർണമാണ്. ഹജ്ജിൽ സമ്മേളിച്ചപ്പോഴാണ് ഇതിന്റെ അവതീർണത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് ചെയ്തത് എപ്പോഴാണ്? ഹിജ്റയുടെ 10ാമത്തെ വർഷമാണ്. ഹിജ്റയുടെ 10ാമത്തെ വർഷം. ഹിജ്റയുടെ 10ാമത്തെ വർഷം ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് ചെയ്തു. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹജ്ജ് ചെയ്തിട്ട് മദീനയിലേക്ക് തിരിച്ചുപോയി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് ദുൽഹജ്ജിന്റെ ശേഷിക്കുന്ന നാളുകളും മുഹറം സഫർ എന്നീ 2 മാസങ്ങളും പിന്നെ റബീഉൽ അവ്വലിന്റെ 12 ദിവസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് നിർവഹിക്കുകയാണ് ഈ സൂറത്തിന്റെ അവതീർണത. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറഞ്ഞു, എനിക്ക് എന്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു, എനിക്കെന്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഈ സൂറത്തിറങ്ങിയ സന്ദർഭത്തിൽ അതിനുശേഷം ഈ സൂറത്തിന്റെ വിഷയത്തിൽ സഹാബികളിൽ ചിലർ കരഞ്ഞിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു, അതേപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു. കാരണം എന്താ? ഈ സൂറത്തിറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവാർത്ത അറിയിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്ര പറയാൻ സമയമായിട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. അതിനാലാണ് അവരെന്ത് ചെയ്ത് ഈ സൂറത്ത് ഓതിയപ്പോൾ തിരുവിയോഗം ആലോചിച്ച് കരഞ്ഞത്. ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയൊക്കെ വിയോഗ ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം തന്റെ സദസ്സുകളിൽ മുഖ്യമായും പരിഗണിക്കുമായിരുന്നു അബ്ദുള്ള ഇബ്നു ഉമറിനെ, അബ്ദുള്ള ഇബ്നു അബ്ബാസിനെ, അബ്ദുള്ള ഇബ്നു അബ്ബാസിനെ. അപ്പൊ അബ്ദുള്ള ഇബ്നു അബ്ബാസ് പ്രായം കുറഞ്ഞ സഹാബിയാണ്, ചെറിയ സഹാബിയാണ്. ഉമറിനോടൊപ്പം പങ്കെടുത്ത യുദ്ധത്തിലും മറ്റുമൊക്കെ പങ്കെടുത്ത ആ പ്രായക്കാരായ കുറെ സഹാബികൾ ഇരിക്കെ ആ സദസ്സിലേക്കാണ് കുട്ടിയായ അബ്ദുള്ള ഇബ്നു ഉമറിനെ അബ്ദുള്ള ഇബ്നു അബ്ബാസിനെ ഉമർ സ്വീകരിക്കണം, ഇബ്നു അബ്ബാസിനെ. അപ്പൊ ചില മുതിർന്നവർ ഉമറിനോട് ചോദിച്ചു, ഉമർ, ഇതുപോലുള്ള കുട്ടികൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളൊക്കെ പ്രായമായ ആളുകളാണ്, ഞങ്ങളൊന്നും മക്കളെ പരിഗണിക്കാതെ ഇബ്നു അബ്ബാസിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചു. സദസ്സുകളിൽ ഇങ്ങനെ സ്ഥാനം കൊടുത്ത് പരിഗണിക്കുന്നത്. അപ്പൊ ഉമറിന് മനസ്സിലായി, ഞാൻ അബ്ദുള്ള ഇബ്നു അബ്ബാസിനെ ഈ സദസ്സിൽ പരിഗണിക്കുന്നതിൽ ഇവർക്കൊക്കെ എന്തുണ്ട്, പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അവരുടെ ആ വിഷമം തീർക്കാൻ ഉമർ ഒരു പരീക്ഷണം നടത്തി. ഉമർ പരീക്ഷണം നടത്തിയപ്പോൾ ഉമർ മുതിർന്ന സഹാബികളൊക്കെയുള്ള സദസ്സിലൊരു ചോദ്യം, ഈ സൂറത്ത് ഓതിയിട്ട് ചോദിച്ചു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ എന്ന ആയത്ത് അറിയിക്കുന്നത് എന്താണ്? ഈ സൂറത്ത് അറിയിക്കുന്ന അറിയിപ്പ് എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ മുതിർന്ന സഹാബികളൊക്കെ പറഞ്ഞു, അള്ളാഹുവിന്റെ സഹായം വന്നാൽ, വിജയം വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു കൽപ്പിക്കുന്നത് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താനും അള്ളാഹുവിന്റെ സ്തുതികീർത്തനങ്ങൾ പറയാനും അള്ളാഹുവോട് പാപമോചനത്തേട്ടം നടത്താനുമാണ് ഈ സൂറത്ത് അറിയിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്, സൂറത്തിന്റെ ഭാഗ്യമാണ്. അത് മുതിർന്ന സഹാബികളൊക്കെ പറഞ്ഞു. അപ്പൊ ആ സദസ്സിൽ ഇബ്നു അബ്ബാസിനോട് ഉമർ ചോദിച്ചു, ഇബ്നു അബ്ബാസ്, നിങ്ങൾ പറയും, എന്താണ് ഈ സൂറത്ത് അറിയിക്കുന്നത്? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവാർത്തയാണ് അറിയിക്കുന്നത്. തിരുനബിയുടെ തിരുവിയോഗമാണ് ഈ സൂറത്ത് അറിയിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞു, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചതും അറിഞ്ഞതും ഇബ്നു അബ്ബാസ് ഈ പറഞ്ഞതാണ്. ഇബ്നു അബ്ബാസ് ഈ പറഞ്ഞതാണ്. ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരോട് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവും അവിടുത്തെ വിയോഗവുമാണ് എന്ന് പറഞ്ഞ് ഉമർ എന്ത് ചെയ്തു?
ഈ സൂറത്ത് ഇറങ്ങിയ ആ സന്ദർഭത്തിൽ നടന്ന ആ വിഷയം അവിടെ കേൾപ്പിച്ചു. അതോടുകൂടി പ്രായമുള്ള സഹാബികൾക്ക് മനസ്സിലായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ബുദ്ധികൂർമ്മതയും അതേപോലെ തന്നെ നൈപുണ്യവും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ആ കഴിവും അതാണ് ഉമർ ദീനത അദ്ദേഹത്തെ പരിഗണിക്കുന്നത് എന്നാണ്. ഇവിടെ നമ്മുടെ വിഷയം ഇബ്നു ഉമർ അല്ല, ഇബ്നു അബ്ബാസ് അല്ല. നമ്മുടെ വിഷയം ഈ സൂറത്തിന്റെ അറിയിപ്പും അതിന്റെ തേട്ടവുമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു മരണവാർത്തയെ അറിയിക്കലായിക്കൊണ്ടാണ് ഇത് അവതീർണമായിട്ടുള്ളത്. ഇത് അവതരിപ്പിച്ചത് ഹിജ്റയുടെ 10ാമത്തെ വർഷം ദുൽഹജ്ജ് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിലായിരിക്കുകയാണ് ഇത് അവതരിക്കുകയുണ്ടായത് എന്നുള്ളതാണ്. ഇതിൽ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, അള്ളാഹുവിന്റെ സഹായം വന്നെത്തിയാൽ എന്നാണ്. നസ്റുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം. ജാ എന്നാണ് വന്നു. ഇദാ ജാ വന്നാൽ നസ്റുല്ലാ അള്ളാഹുവിന്റെ സഹായം. വൽ ഫത്ത്, ഫത്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? വിജയമാണ്. അള്ളാഹുവിന്റെ സഹായവും വിജയവും തമ്മിൽ ബന്ധമല്ലേ? എന്താ? അള്ളാഹിന്റെ സഹായത്തോടൊപ്പമാണ് വിജയം. വിജയത്തിലാണ് അള്ളാഹിന്റെ സഹായം. അപ്പൊ അള്ളാഹുവിന്റെ സഹായം വന്നാൽ എന്തുകൊണ്ട്? വിജയമുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് വൽ ഫത്ഹ് എന്ന് പ്രത്യേകം പറഞ്ഞത്? അള്ളാഹുവിന്റെ സഹായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പലതവണ വന്നിട്ടുണ്ട്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ, സഹായം ആരിൽ നിന്ന് മാത്രമാണ്? അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ആ സഹായം വന്നതുകൊണ്ടാണ് ബദറിൽ ജയം ഉണ്ടായത്. സഹായം വന്നു, ബദറിൽ ഫത്ഹ് ഉണ്ടായി. സഹായം വന്നു, ഖന്തക്കിൽ ഫത്ഹ് ഉണ്ടായി. സഹായം വന്നു, ഖൈബറിൽ ഫത്ഹ് ഉണ്ടായി. സഹായം വന്നു, ഹുദൈബിയ ഫത്ഹാണ്. ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന, സുവ്യക്തമായ വിജയമാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള സഹായം പലത് വന്നിട്ടുണ്ട്, വിജയവും വന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് വൽ ഫത്ഹ് എന്ന് ഇവിടെ പ്രത്യേകം ഒരു ഫത്ഹിനെ കുറിച്ച് പറഞ്ഞത്? ആ ഫത്ഹ് ഒരു പ്രത്യേക ഫത്ഹാണ്. ആ ഫത്ഹ് എന്താണ്? ഒരു പ്രത്യേക ഫത്ഹാണ്. ഏതാണ് ആ ഫത്ഹ്? അത് മക്ക ഫത്ഹാകലാണ്. അതാണ് ഇവിടെ നമ്മൾ ഇനി ഈ സൂറത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അൽ ഫത്ഹ് എന്ന് പറഞ്ഞു. അൽ ഫത്ഹ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ അലിഫ്ലാം ഉണ്ടല്ലോ, അലിഫ്ലാം അതൊരു പ്രത്യേക ഫത്ഹാണ് എന്നുള്ളത് അറിയിക്കാനാണ് വന്നത്. എല്ലാ ഫത്ഹും അല്ല, ബദറിലെ വിജയമല്ല, ഖന്തക്കിലെ വിജയമല്ല, ഖൈബറിലെ വിജയമല്ല, ഹുദൈബിയ സന്ധിയുടെ വിജയമല്ല. പിന്നെയോ ഇതൊരു പ്രത്യേക ഫത്ഹാണ് എന്നുള്ളത് അറിയിക്കാനാണ് അവിടെ അൽ ഫത്ഹ് എന്ന് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിന്റെ നസ്റും അൽ ഫത്ഹും വന്നാൽ എന്നാണ്. അപ്പൊ എന്താണ് ആ ഫത്ഹ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അത് മക്ക ഫത്ഹാക്കലാണ്, മക്ക വിജയിക്കലാണ്. എന്താ മക്ക വിജയിക്കുക എന്ന് പറഞ്ഞാൽ? എന്തിനു വേണ്ടി മക്ക വിജയിക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് നാട്ടുകാരനാണ്? തങ്ങൾ മക്കക്കാരനാണ്. പക്ഷെ ഈ സൂറത്ത് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ്? മദീനയിലാണ്. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാർ മക്കയിൽ നിന്ന് പുറത്താക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു മക്ക വിടുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാർ പുറത്താക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു പോകുമ്പോൾ മക്കയുടെ അതിർത്തിയിൽ നിന്ന് മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, മക്ക അള്ളാഹുവിന്റെ ഈ ഭൂമിക്കുപരിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂഖണ്ഡം നീയാണ് എന്ന് എനിക്കറിയാം. നിന്റെ ജനത നിന്നിൽ നിന്ന് എന്നെ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ നീയല്ലാത്ത ഒരിടം അന്തി ഉറങ്ങാൻ ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഭാരിച്ച കാൽവെപ്പുകളിൽ വേദനിക്കുന്ന ഹൃദയത്തോടു കൂടിയാണ് മക്കയോട് എന്ത് ചെയ്യണത് ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയി. മദീനയിലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വർഷങ്ങൾ കഴിച്ചുകൂട്ടി. ഹിജ്റയുടെ 1-ാം വർഷം, ഹിജ്റ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം, അതിന്റെ 1-ാം വർഷം 2, 3, 4, 5, 6 വർഷം കഴിച്ചുകൂട്ടി. 6 വർഷം മദീനയിൽ കഴിച്ചുകൂട്ടുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് മക്കയിലാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ അവരും മക്കയായിട്ട് എന്തുണ്ട്, അവരുടെ മനസ്സുണ്ട്. കാരണം അവരുടെ എല്ലാം മക്കയിലാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മദീനയോടും അവരുടെ മനസ്സിൽ ഇഷ്ടം വളർത്തിയിട്ടുണ്ടെങ്കിലും മക്കയോടുള്ള ആ ബന്ധം അത് തുടരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നതിന്റെ 6-ാം വർഷം മക്കയിൽ പോകാനും ഒരു ഉംറ ചെയ്യാനും തീരുമാനിച്ചു. മക്കയിലേക്ക് പോകാനും ഉംറ ചെയ്യാനും തീരുമാനിച്ചു. എല്ലാ ആളുകളും ഇവിടെ വരുന്നുണ്ട്, മക്കയിൽ വരുന്നുണ്ട്. അവരെല്ലാവരും ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട് ഓരോ വർഷവും. അവർക്കൊന്നും ഒരു തടസ്സമല്ല. പക്ഷെ മക്കക്കാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ സഹാബികൾ, അവർക്ക് മാത്രം മക്കയിലേക്ക് പോകാൻ കഴിയണില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് 6-ാം വർഷം ഒരു ഉംറയ്ക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ചു. ദുൽഖഅദ മാസത്തിൽ തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറഞ്ഞപ്പോൾ 1400 പേർ റസൂലുള്ളാഹിയോടൊപ്പം പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമന വാർത്ത മക്കക്കാരറിഞ്ഞു. മക്കയിലെ ആ മുസ്ലിമീങ്ങളായ ആളുകൾ അറിഞ്ഞു. അവരെന്ത് ചെയ്തു? ഒരു വലിയ സൈനിക സന്നാഹം ഒരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് നബി മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനെ തൊട്ട് തടയാൻ വേണ്ടിയിട്ട് വഴിയിൽ വന്നു. നല്ല സായുധ പടയാണ് അവർ ഒരുക്കിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ തന്നെ തടയും എന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും യുദ്ധത്തിനല്ല പോകുന്നത്. അതുകൊണ്ട് അന്ന് യാത്രയിൽ അവർ കരുതുന്ന ഒരു വാളൊഴിച്ച് മറ്റു ആയുധങ്ങളൊന്നുമില്ല. കൂടെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടുള്ള 1400 പേരാണുള്ളത്. അങ്ങനെ അവരെയും കൊണ്ട് റസൂലുള്ള വരുമ്പോൾ ആയുധം കൊണ്ട് തുരത്താനാണ് മക്കക്കാർ തയ്യാറായി നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഒരു രക്തസിക്ത പോരാട്ടത്തിന് മുതിരാതെ അവർ തടയാൻ നിൽക്കുന്ന വഴിയെ തെറ്റിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഹുദൈബിയ എന്ന് പറയുന്ന ചരിത്ര സ്ഥലം, അത് മക്കയിലേക്കുള്ള നേർവഴിയിലല്ല, പിന്നെ മക്കയിലേക്ക് പോകുമ്പോൾ മക്കയോട് അടുക്കുമ്പോൾ എന്തുള്ളതാണ്, പിന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്ക് എത്തണമെങ്കിൽ തന്നെ വളരെ ശ്രമകരാണ്. കാരണം എന്താ, പിന്നെ മക്കയിലേക്കുള്ള വഴിയിൽ നിന്ന് ഹുദൈബിയയിലേക്ക് പോകണമെങ്കിൽ പിന്നെ ഒരു മല മറികടക്കണം. ആ വഴി ഏറെ ദുർഘടമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയതിനു ശേഷമാണ് സഹാബികൾ എന്ത് ചെയ്യണത്, ആ മല താണ്ടി കടന്നിട്ട് ഹുദൈബിയയിലെത്തുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് ചെയ്തു? ഖുറൈശികൾ മക്കയിലേക്ക് കടക്കാൻ സമ്മതിക്കൂല എന്നുള്ളതിൽ ഷടിച്ച് തടഞ്ഞു. കുറെ ചരിത്രങ്ങളാണ്, പക്ഷെ നമ്മൾ മൊത്തത്തിലാണ് പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ദൂതന്മാരെ നിയോഗിച്ചു, മക്കക്കാരും ദൂതന്മാരെ നിയോഗിച്ചു. അങ്ങനെ ആ ഉംറ യാത്ര അതൊരു സന്ധിയിൽ കലാശിച്ചു. അതാണ് ഹുദൈബിയ സന്ധി. ആ സന്ധിയിലെ കുറെ വ്യവസ്ഥകളാണ്. അതിലൊന്ന്, മുഹമ്മദ് ഈ വർഷം ഉംറ ചെയ്യാൻ പാടില്ല, ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിക്കൊള്ളണം. ഹുദൈബിയയിൽ വെച്ച് മദീനയിലേക്ക് പിരിഞ്ഞു പോകണം, ഉംറ ചെയ്യാൻ പാടുള്ളതല്ല. വേണമെങ്കിൽ മുഹമ്മദിന് അടുത്ത വർഷം വന്ന് ഉംറ ചെയ്യാൻ 3 ദിവസം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മക്കയിൽ തങ്ങാൻ പാടുള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ ഉടനെ പോകണം. പിന്നെ ആയുധം കൊണ്ടുവരാൻ പാടുള്ളതല്ല. ഇങ്ങനെ നിബന്ധനകൾ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്ത് റസൂലുള്ളാഹിനെ ഉംറ ചെയ്യാൻ സമ്മതിക്കാതെ തിരിച്ചയച്ചത്. ഹുദൈബിയയുടെ ആ തീരുമാനങ്ങളിൽ, സന്ധി വ്യവസ്ഥകളിൽ ഒരു വ്യവസ്ഥ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മക്കക്കാര് അവിശ്വാസികൾ അവരപ്പുറത്താണ്. രണ്ടു കൂട്ടരും തമ്മിലാണ് വ്യവസ്ഥ എഴുതുന്നത്. അതിലൊരു വ്യവസ്ഥ, 10 വർഷം രണ്ടു കൂട്ടരും ഇനി എന്തില്ല, പോരാട്ടല്ല, യുദ്ധം പാടില്ല, എങ്ങും സമാധാനായിരിക്കണം. മക്കക്കാരുടെ പക്ഷത്ത് ഏതെങ്കിലും ഗോത്രക്കാർക്ക് ചേരണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ചേരാം, സഖ്യകക്ഷികളാകാം. മദീനക്കാരുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് ആർക്കെങ്കിലും ചേർന്ന് സഖ്യകക്ഷിയാകണമെങ്കിൽ സഖ്യകക്ഷിയാകാം എന്ന് തീരുമാനിച്ചു. അപ്പോ ഈ തീരുമാനം വന്നപ്പോൾ ഉടനെ മക്കക്കാരുടെ കൂടെ ബനൂ ബക്കർ ഗോത്രം ചേർന്നു. ബനൂ ബക്കർ എന്ന് പറയുന്ന ഗോത്രം ചേർന്നു. ഖുസാ ഗോത്രം മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷത്തും ചേർന്നു. അതിന് ചരിത്രത്തിൽ ചില സംഭവങ്ങളുണ്ട് ഇവരെ അങ്ങോട്ടും കൊണ്ട് പക്ഷം ചേരാൻ വേണ്ടി. ഏതായാലും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഉംറ ചെയ്യാതെ മദീനയിലേക്ക് മടങ്ങി. മക്കക്കാരും മടങ്ങി. 2 വർഷം കൂട്ടരും എന്ത് ചെയ്യാൻ പാടില്ല, പരസ്പരം യുദ്ധം പാടുള്ളതല്ല. പിന്നെയോ 2 കൂട്ടരും അന്യോന്യം ആക്രമിക്കുവാൻ, അല്ലെങ്കിൽ തങ്ങളുടെ പക്ഷത്ത് ചേരുന്നവരെ അവരാക്രമിക്കുകയാണെങ്കിൽ സഹായിക്കാനും പാടുള്ളതല്ല. ഇതാണ് ഈ വ്യവസ്ഥ. ഖുറൈശികൾ, മക്കക്കാർ ഈ വ്യവസ്ഥ തെറ്റിച്ച് പിൽക്കാലത്ത് അവരെന്ത് ചെയ്ത്, അവര് ബനൂ ബക്കർ ഗോത്രവും ഖുറൈശികളും ഖുസാ ഗോത്രത്തെ ഇരുളിന്റെ മറവിൽ ആക്രമിച്ചു.
പരസ്യമായിട്ടുള്ള കരാർ ലംഘനം മക്കക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ സംഭവം അത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി. എന്താ പ്രതിസന്ധി എന്ന് പറഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പോയിട്ട് ആ പടിവാതിലെത്തിയിട്ട് ഒരു ഉംറ ചെയ്യാൻ സമ്മതിക്കാതെയാണ് അവർ തിരിച്ചയച്ചത്. അന്ന് അവിടെ എടുത്ത തീരുമാനങ്ങൾ വളരെയധികം മാനിക്കപ്പെടേണ്ട തീരുമാനങ്ങളാണ്. പക്ഷെ അതിന് പരസ്യമായ ലംഘനം ആ ഭാഗത്തുനിന്ന് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഈ ആക്രമിക്കപ്പെട്ട ഹുസാ ഗോത്രത്തിലെ ഒരു മെമ്പർ രായിക്ക് രാമാനം മദീനയിലെത്തി. അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് തന്റെ ആ വിഷമം അറിയിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ഫജ്റിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധി വരുത്തുന്ന ആ സമയത്ത് മൈമൂന റളിയല്ലാഹു അൻഹ റസൂലുള്ള പറയുന്നത് കേൾക്കുകയാണ്, ലബ്ബൈക 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 നുസിർത്. ലബ്ബൈക് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നത് സാലിം ഇബ്നു അംർ അൽ ഖുസായി എന്ന് പറയുന്ന വ്യക്തിയാണ്. സാലിം ഇബ്നു അംർ അൽ ഖുസായി ഈ വ്യക്തി വന്നിട്ട് പറയാണ്, പിന്നെ ഞങ്ങളെ ബനു ബക്കർ ആക്രമിച്ചു, ഖുറൈശികൾ ബനു ബക്കറിനെ സഹായിച്ചു ഞങ്ങളെ ആക്രമിക്കാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ആ അഭ്യർത്ഥന, ഖുസാ ഗോത്രക്കാരന്റെ അഭ്യർത്ഥന. അപ്പൊ റസൂൽ അത് കേട്ടിട്ട് പറയാണ്, പിന്നെ സാലിം നിങ്ങൾക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് സഹായം അത് ലഭിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ സഹായിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നത്, മക്കയിലേക്ക് ഒരു യാത്രക്ക് തീരുമാനിക്കുന്നത്. ഖുറൈശികൾക്ക് പെട്ടെന്ന് ഓടി വിഷയം, അവർക്കറിയാം ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത്. കാരണം എന്താ, അവരിൽ പലരുടെയും ഒത്താശയോട് കൂടിയാണ് ബനു ബക്കർ ഗോത്രം ഖുസായെ ആക്രമിച്ചത്. അത് ഹുദൈബിയ സന്ധിയോടുള്ള പരസ്യമായിട്ടുള്ള കൊഞ്ഞനം കുത്തലാണ്, മനസ്സിലായി, തികഞ്ഞ അന്യായവും. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ മക്കക്കാരുടെ നേതാവാണല്ലോ, അബൂ സുഫിയാൻ ഉടനെ മദീനയിലേക്ക് പ്രയാണം കുറിക്കുകയാണ്. എന്നിട്ട് എന്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് നമ്മൾ തമ്മിലുള്ള ഉടമ്പടിയുടെ കാലപരിധി നീട്ടണം എന്നാണ്. കാലപരിധി നീട്ടണം എന്നാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവര് ഖുസായെ ആക്രമിച്ചത് ഉണർത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ രക്ഷയില്ലാതെ കണ്ടപ്പോൾ അബൂ സുഫിയാൻ, പിന്നെ അബൂബക്കർ, ഉമർ, അലി, ഫാത്തിമ എന്നിവരെ വരെ കണ്ടു. പക്ഷെ എല്ലാവരും റസൂലുള്ളാഹിന്റെ നിലപാട് എന്താണോ അതാണ് ഞങ്ങളുടെ നിലപാട് എന്നുള്ളത് അറിയിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ സുഫിയാൻ നിങ്ങൾ മടങ്ങിക്കോളി, ഇവിടെ നിന്നിട്ട് ഇനി രക്ഷല്ല എന്ന് പറഞ്ഞു. അബൂ സുഫിയാൻ മടങ്ങി. ഒന്നും ചെയ്യാനാവാതെ മടങ്ങിയത് കാരണത്താൽ അബൂ സുഫിയാനെ മക്കക്കാരെന്ത് ചെയ്യാണ്, മക്കക്കാർ അതിന്റെ പേരിൽ ആക്ഷേപിച്ചു. ഭാര്യ ഹിന്ദ് ബിന്ദു ഉത്ബ അടക്കം ആക്ഷേപിച്ചു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഒരു മക്കയിലേക്കുള്ള യാത്ര തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, വളരെ രഹസ്യമായിട്ട് ഒരു സൈന്യവുമായിട്ട് മക്കയിലേക്ക് പോവുകയാണ്. വളരെ രഹസ്യമായിട്ട് മക്കക്കാരെ വിവരം അറിയിക്കാതെ ഇവിടുന്ന് പോകാനാണ്. എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ഉദ്ദേശിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും അറിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് മകൾ ആയിഷയോട് പറയാണ്, എന്താ റസൂലുള്ളാഹിന്റെ നിലപാട്, എന്താ റസൂലുള്ളാഹിന്റെ പരിപാടി? അപ്പൊ റസൂലുള്ളാഹി ഞങ്ങളോടൊക്കെ ഒരുങ്ങാൻ പറഞ്ഞിട്ടുണ്ട് യാത്രക്ക് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ അബൂബക്കറിന് മനസ്സിലാകാണ് ഒരു യാത്ര ഉണ്ട്. ഏതായാലും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു. അങ്ങനെ മക്കയിൽ നിന്ന് 10,000 പേർ, മദീനയിൽ നിന്ന് 10,000 പേർ മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ പോകണം. വളരെ സീക്രട്ട്, രഹസ്യമായിട്ടുള്ള യാത്രയാണ്. കാരണം രഹസ്യമായിട്ട് പോകാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും മക്കയിൽ ഒരു പോരാട്ടം ഉദ്ദേശിക്കണില്ല, മക്കക്കാരോട് ഒരു അക്രമവും ഉദ്ദേശിക്കണില്ല. മക്കക്കാർ നബിയുടെ വരവ് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ആയുധമായിട്ട് അവർ കാത്തുക്കും, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, സംഘടന നടക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പോരാട്ടം ഉദ്ദേശിക്കുന്നില്ല, രഹസ്യമായിട്ട് പോവുക, എന്നിട്ട് മക്ക വിജയിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ രഹസ്യ വാർത്ത അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നത് നമ്മൾ സൂറത്തുൽ മുംതഹിന വിശദീകരിച്ചപ്പോൾ ഹാത്തിബ് ഇബ്നു അബീ ബൽതാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മാതാവും സഹോദരിയൊക്കെ മക്കത്തുണ്ട്. അപ്പോ അദ്ദേഹം സാറ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയച്ച സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു എന്നുള്ള വാർത്ത അദ്ദേഹം ഈ പെണ്ണിലൂടെ കൊടുത്തയച്ച സംഭവം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്നു, ഇങ്ങനെ ഹാത്തിബ് ഇബ്നു അബീ ബൽതാ നിങ്ങളുടെ രഹസ്യം മക്കയിലേക്ക് കൈമാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ എന്ത് ചെയ്ത് അലി, സുബൈർ എന്നിവരെ
എന്ത് ചെയ്ത് അലി, സുബൈർ, മിഖ്ദാദ് എന്നിവരെ എന്ത് ചെയ്ത് പറഞ്ഞയച്ചു. റൗദത്ത് ഖാഖ് എന്ന് പറയുന്ന സ്ഥലം മദീനക്കാരുടെ മീക്കാത്തായ ഹുലൈഫയിൽ നിന്ന് 10 കിലോമീറ്റർ അല്ലെങ്കിൽ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ എത്തിയ ഒരു സ്ഥലമാണ് റൗദത്ത് ഖാഖ്. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും, ആരുടെ കയ്യിൽ കത്തുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി എന്ത് ചെയ്തു, ഇവരെ പറഞ്ഞയച്ചു. അങ്ങനെ ആ സ്ത്രീ അവിടെ എത്തിയപ്പോൾ സ്ത്രീയെ കിട്ടി, പക്ഷെ കത്തില്ല, എവിടെയും കത്തില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തി അവസാനം അവൾ മുടിക്കെട്ട് കഴിച്ചാൽ കത്തെടുത്തു കൊടുത്തു. അപ്പൊ അതിലുള്ള എന്താണ്, ഹാത്തിബ് ബിൻ അബീ ബൽത മക്കക്കാർക്ക് കൊടുക്കുന്ന കത്താണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സൈന്യമായിട്ട് വരുന്നു എന്നുള്ള കത്താണ്. അപ്പൊ എന്തുകൊണ്ട് ഹാത്തിബ് നിങ്ങളത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലേ, എന്റെ ഭാര്യയും അല്ല എന്റെ പെങ്ങളും ഉമ്മയൊക്കെ മക്കത്താണ്. ഞാൻ ഈ വാർത്ത അറിഞ്ഞിട്ടും അവരെ അറിയിച്ചില്ല എന്ന് അവരറിഞ്ഞാൽ അവരെന്ത് ചെയ്യും, എന്റെ കുടുംബത്തെ അറ്റാക്ക് ചെയ്യുമെന്നത് ഭയന്നിട്ടാണ് ഞാനത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അദ്ദേഹത്തെ സത്യപ്പെടുത്തി. അദ്ദേഹത്തിന് മാപ്പായി, കാരണം അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സഹാബിയാണ്, അള്ളാഹു പുറത്തു കൊടുത്ത വിഭാഗത്തിൽപ്പെട്ടവൻ. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം മക്കയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്തു, മക്കക്കാർക്ക് പിന്നെ വിവരം വരികയാണ്, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം അത് ഈ രീതിയിലാണെന്ന് അറിഞ്ഞപ്പോൾ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഒന്നിച്ചുള്ളൊരു പോരാട്ടത്തിന് വരുമ്പോഴില്ല. പിന്നെ അവരുടെ നേതാവായ അബൂ സുഫിയാനെ സംബന്ധിച്ചിടത്തോളം അബൂ സുഫിയാനും നിസ്സഹായനാണ്. പിന്നീട് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്ന രംഗണ്ടായി വഴിയിൽ വെച്ച്, മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത അൽ ഹാരിസിന്റെ മകൻ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു സലമയുടെ സഹോദരൻ അബ്ദുള്ള ഇബ്നു അബീ ഉമയ്യ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കുടുംബം അവര് ഹിജറ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, മക്കയിലേക്ക് അടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് തന്റെ അനുയായികളെ ഒരു പിന്നെ ശരിയാക്കിയിട്ട് മക്കയിലേക്ക് പോകുമ്പോൾ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഇങ്ങോട്ട് ചെയ്യാനില്ല. കാരണം എന്താ, അവര് വളരെ മാനസികമായി തളർന്നു. മാത്രമല്ല അവർ ഒരു രക്തസിക്തമായ പോരാട്ടത്തിന് അവർക്ക് കെൽപ്പില്ലാത്ത അവസ്ഥയാണ്. എങ്കിലും ചിലര് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹന്തമ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ചില പോരാട്ടങ്ങൾ, ചില ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ളത്. പക്ഷെ ആ ഏറ്റുമുട്ടലിൽ അവർക്ക് ഒരിക്കലും ഈ പ്രവാഹത്തെ തടുക്കാൻ കഴിയാത്ത വിധമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ. അതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം മക്കയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, മക്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ മക്കയിലുള്ള ആളുകളാണ്, മക്കയിലുള്ള ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചവരാണ്. മാനസികമായ പീഡനങ്ങൾ അതിന്റെ പരമകാഷ്ഠയിൽ, ശാരീരികമായ പീഡനങ്ങൾ അത് എത്രത്തോളം ആകാമോ അത്രത്തോളം, അതേപോലെ തന്നെ നിസ്സഹകരണങ്ങൾ, അതേപോലെ തന്നെ അധിക്ഷേപങ്ങൾ, കുത്തുവാക്കുകൾ, ഇങ്ങനെ അതൊക്കെ നിർവഹിച്ച ആളുകളാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്, മക്കയിലുള്ളത്. അവരാണെങ്കിൽ ഒന്നിനും കഴിയാത്തവരുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാനോട്, അദ്ദേഹം അപ്പ ഇസ്ലാം സ്വീകരിച്ചിട്ടേ ഉള്ളൂ, അദ്ദേഹത്തോട് വിളിച്ചു പറയാൻ ആവശ്യപ്പെടുകയാണ്. അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിക്കുന്നവർ നിർഭയരാണ്. അപ്പൊ അബൂ സുഫിയാൻ അത് വിളിച്ചു പറഞ്ഞു. അപ്പൊ അബൂ സുഫിയാന്റെ വീട് മക്കാർ ഇങ്ങോട്ട് പറയാണ്, നിന്റെ വീട് എത്ര ചെറുതാണ്, ഈ മക്കാരങ്ങനെ എത്ര ആളുകളുണ്ട്, അവരൊക്കെ ഇങ്ങനെ അതിൽ കയറും. അപ്പോ വിളിച്ചു പറയാൻ പറഞ്ഞ് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർ നിർഭയരാണ്. സ്വന്തം വീട്ടിൽ കഥകടച്ചിരിക്കുന്നവരും നിർഭയരാണ്. സ്വന്തം വീട്ടിൽ കഥകടച്ചിരിക്കുന്നവരും നിർഭയരാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയാൻ പറഞ്ഞു. എത്രമാത്രം നബിയുടെ കൂടെയുള്ളവർ ചിലര് പറഞ്ഞു, അൽയൗമ യൗമുൽ മൽഹമ അൽയൗമ യുസ്തഹല്ലുൽ ഹുർമ, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്. തങ്ങളുടെ കൂടെയുള്ളവർ പറയാണ്, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്, ഇന്ന് രക്തച്ചൊരിച്ചിൽ നിഷിദ്ധമായ പാടില്ലാത്ത ഹറമ് വരെ രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ് എന്ന് അവർ പറഞ്ഞു. സ്വാഭാവികമായിട്ട് അവർ പറയില്ലേ, തങ്ങളുടെ കൂടെയുള്ളവർ പറയും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ സുഫിയാൻ പറയുന്നത്, മുഹമ്മദ് നിങ്ങളുടെ കൂടെയുള്ളവർ പറയുന്നത് കേട്ടില്ല, ഇന്ന് മക്കയിൽ രക്തച്ചൊരിച്ചിലാണ്, ഇന്ന് രക്തച്ചൊരിച്ചിൽ പാടില്ലാത്ത ഈ മക്ക രക്തമൊഴുകുന്ന ദിവസമാണ് എന്ന് പറയുന്നത് കേട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമല്ല, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, സ്വന്തം വീട്ടിൽ കഥകടച്ചിരിക്കുന്നവർ അവർ ആക്രമിക്കപ്പെടാൻ പാടുള്ളതല്ല, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർ ആക്രമിക്കപ്പെടാൻ പാടുള്ളതല്ല, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവരെ ആക്രമിക്കാൻ പാടുള്ളതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചിലർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രത്യേകം പറഞ്ഞു, അവർ
അവരെ എവിടെ കണ്ടാലും വധിക്കാൻ പറഞ്ഞു. ചിലർ, ആ ചിലർ അതിനാണ് നമ്മളിവിടെ എഴുതാം. ഒന്ന് അബ്ദുള്ള ഇബ്നു ഖത്തൽ, പിന്നെ അബ്ദുള്ള ഇബ്ൻ അബീ സർഹ്, പിന്നൊന്ന് അൽ ഹുവൈരിസ് ഇബ്നു നൗഫൽ, പിന്നൊന്ന് പിന്നെ ഹബ്ബാബ് ഇബ്നുൽ അസ്വദ്, കഅബ് ഇബ്നു സുഹൈർ, ഇക്രിമ ഇബ്നു അബീ ജഹൽ, ഇക്രിമ ഇബ്നു അബീ ജഹൽ. രണ്ട് സ്ത്രീകൾ, ഒന്ന് സാറ, പിന്നെ ഫർത്ത. അബ്ദുള്ള ഇബ്നു ഖത്തൽ, അബ്ദുള്ള ഇബ്നു അബീ സർഹ്, അൽ ഹുവൈരിസ് ഇബ്നു നൗഫൽ, ഒരു പേര് ഓർക്കില്ല, ഇബ്നു സബാബ എന്നാണ് പേര്, ഹബ്ബാർ ഇബ്നുൽ അസ്വദ്, കഅബ് ഇബ്നു സുഹൈർ, ഇക്രിമ ഇബ്നു അബീ ജഹൽ. ഇവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആയിരങ്ങൾ എല്ലാവരും റസൂലുള്ളാഹിന്റെ ശത്രുക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചവർ. ഇവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുസ്ലിമീങ്ങളെയും 3 വർഷം പട്ടിണി കിട്ടവർ, നിസ്സഹകരണം ഏർപ്പെടുത്തിയവർ. അവരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തിൽ തിരുനബി സുജൂദിൽ കിടക്കുമ്പോൾ ചീഞ്ഞണിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല വരെ മുതുകിൽ ചാർത്തിയ മനുഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ള ആ ജനാവലിയിൽ ആയിരങ്ങളിൽ ഈ ആളുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ഇവരെ കണ്ടാൽ വധിക്കാൻ പറഞ്ഞത്. ഇതിൽ ചിലരെ കഅബയുടെ കില്ലയിൽ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ പോലും വധിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇപ്പൊ എത്ര ആളുകൾ റസൂലിനെ വധിക്കാൻ പറഞ്ഞ ആളുകൾ? ഈ ആളുകൾ. അതിൽ ഈ അബ്ദുള്ള ഇബ്നു ഖത്തൽ ഇയാൾ വധിക്കപ്പെടാൻ കാരണം, അയാളെ വധിക്കണം എന്ന് പറയാൻ കാരണം, ഇയാള് മുസ്ലിമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? മദീനയിൽ നിന്ന് ഇയാളെ സക്കാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. അയാൾ ഒരു അൻസാരിയായ ഒരു വ്യക്തിയെയും അതേപോലെ അയാളുടെ ഒരു വൃത്യനെയും പറഞ്ഞയച്ചു. ഒരു മുസ്ലിമീങ്ങളും, ഇയാൾ മുസ്ലിമാണ്, പറഞ്ഞയച്ചു പിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. ഇയാൾ എന്ത് ചെയ്തു? വഴിയിൽ വെച്ച് കൂടെ ആളെ വധിച്ച് കൊന്നിട്ട് അയാൾ എന്ത് ചെയ്ത്? അയാൾ മക്കത്തേക്ക് തഴി. അപ്പൊ പിന്നെ അയാള് ഇസ്ലാം ഉപേക്ഷിച്ച് കൂടെയുള്ള ആളെ വധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അയാൾ പോകണം. അതൊരു പുതിയ ചതിയായിരുന്നു അയാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ അയാളുടെ ആ വധത്തിന് പ്രതിക്രിയ എന്നാണ് ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു. പക്ഷേ പിന്നെ ഇയാൾ എന്ത് ചെയ്ത്? ഇയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ മക്ക മുത്തയിൽ വരുമ്പോ ഇയാൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധം എടുത്ത് തന്റെ കുതിരപ്പുറത്ത് കയറിയിട്ട് അറ്റാക്കിന് ഒരുങ്ങി നിന്ന്. പക്ഷേ ആ പ്രവാഹത്തെ ചെറുക്കാൻ തനിക്ക് കഴിയില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അയാള് മെല്ലെ വന്ന് ആയുധമൊക്കെ ഊരി വെച്ച് കഅബത്തിന്റെ
ആ വിരിയിലെ കുളിച്ചിട്ട്. അപ്പോഴാണ് അദ്ദേഹത്തെ പിന്നെ അബൂ ബർസ റളിയല്ലാഹു അൻഹു വധിച്ചത്. ഇയാൾ വധിക്കപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹ് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വധിക്കാൻ പറഞ്ഞിരുന്നു കണ്ടാൽ. പക്ഷേ ഈ അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹ് അയാൾ എന്തിനാണ് റസൂലുള്ളാഹി വധിക്കാൻ പറഞ്ഞത്? അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി എഴുത്തുകാരനായി, വഹി എഴുതുന്ന ആളായിരുന്നു. അങ്ങനെ വഹി എഴുതാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വഹി വന്നപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തു? വഹി ഓതിക്കൊടുത്തു, ഖുർആൻ ഓതിക്കൊടുത്തു, എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതാൻ പറഞ്ഞപ്പോൾ സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യ ഭാഗങ്ങൾ അതിൽ തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ഭാഗം എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അയാൾ എഴുത്തുപോലെ അവിടെ വെച്ചിട്ട് മുഹമ്മദിനും എനിക്കും ഒരേ വിവരമാണുള്ളത് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ച് അയാൾ മക്കയിലേക്ക് മടങ്ങിപ്പോയി. മാത്രമല്ല അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സംശയം ജനിപ്പിക്കുകയും വഹീനെ കളിയാക്കുകയും അങ്ങനെ കുപ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു. അതാണ് അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹിന്റെ കുറ്റം. പക്ഷെ ഈ അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹിനെ കൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിലും റസൂലുള്ളാഹി അയാളെ കൊന്നില്ല. സഹാബികളോ അദ്ദേഹത്തിനെ കൊന്നില്ല. റസൂലുള്ളാഹി അദ്ദേഹത്തിന് പിന്നീട് നിർഭയത്വം പ്രഖ്യാപിച്ചു. അതെ, ഈ അബ്ദുല്ലാഹി ഇബ്നു അബീ സർഹ് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരനാണ്. മുലകുടി ബന്ധത്തിൽ സഹോദരനാണ്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചെന്ന് കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാഹിനോട് മാപ്പ് ആവശ്യപ്പെടുകയാണെങ്കിൽ റസൂലുള്ളാഹി മാപ്പ് തരും. അങ്ങനെ ഉസ്മാൻ ജാഫർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം വന്നിട്ട് അദ്ദേഹം മാപ്പ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തില്ല? മക്ക ഫതഹിൽ ഇയാൾ വധിക്കപ്പെട്ടില്ല. അൽ ഹുവൈരിസ് ഇബ്നു നൗഫൽ ഇയാളൊരു മഹാദുഷ്ടനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികളെ മക്കയിൽ ആക്രമിച്ചിരുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ഫാത്തിമയെയും ഉമ്മു കുൽസൂമിനെയും അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്രയാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയിട്ട് പിന്നെയാണ് ആര് പോണത്? ഫാത്തിമയും ഉമ്മു കുൽസൂമും പോണത്. ഫാത്തിമയും ഉമ്മു കുൽസൂമും ഒരു ഒട്ടകപ്പുറത്താണ് അവരെന്ത് ചെയ്യുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് രക്ഷപ്പെടുന്നത് മക്കയിൽ നിന്ന്. ഈ ദുഷ്ടൻ ആ ഒട്ടകത്തെ ആക്രമിച്ചു. എന്നിട്ട് ഫാത്തിമയും ഉമ്മു കുൽസൂമും ആ ഒട്ടകത്തിൽ നിന്ന് വീണു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് തുരത്തി. തിരുനബിയുടെ പിഞ്ചു മക്കൾ അവര് വാപ്പയെ തേടി മദീനയെ ലക്ഷ്യമാക്കുമ്പോൾ ആ ഒട്ടകത്തിന് പിന്നാലെ വന്നിട്ട് ആ ഒട്ടകത്തെ വരട്ടി ആക്രമിച്ച് തിരുനബിയുടെ മക്കളെ വരെ തള്ളിയിട്ട ദുഷ്ടനാണ്. അയാളുടെ അക്രമ ചെയ്തികൾ വേറെയുണ്ട്. ഏതായാലും അയാളെ വധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. അത് തന്റെ മക്കളെ ആക്രമിച്ചത് കൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പിന്നെയോ അയാളുടെ ആ ദുഷ്ട ചെയ്തികൾ അത് കുറേയായിരുന്നു. ഏതായാലും അലി റളിയല്ലാഹു അൻഹുവാണ് ഇയാളെ വധിച്ചത്. ഇയാൾ വധിക്കപ്പെട്ടു. അതേസമയം ഈ ഹബ്ബാർ ഇബ്നുൽ അസ്വദ്, അത് ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കണം. ഹബ്ബാർ ഇബ്നുൽ അസ്വദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികളെ നന്നായി ദ്രോഹിക്കുമായിരുന്നു ഈ മനുഷ്യൻ. എത്രമാത്രം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി സൈനബ്, നമ്മളിവിടെ പറഞ്ഞത് ഫാത്തിമയെയും ഉമ്മു കുൽസൂമിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി പിന്നെ സൈനബ് റളിയല്ലാഹു അൻഹ പിന്നെ അവരെ കല്യാണം കഴിച്ചിരുന്നത് അബുൽ ആസ് ഇബ്നു റബീഅ. അങ്ങനെ അബുൽ ആസിനോടൊപ്പമാണ് പിന്നെ സൈനബ് കഴിച്ചിരുന്നത്. അബുൽ ആസ് ബദർ യുദ്ധാനന്തരം ബന്ദിയായിട്ട് പിടിക്കപ്പെട്ടു. റസൂലുള്ളാഹിന്റെ മകള് എവിടെയുള്ളത്? മക്കത്താണുള്ളത്. ഹിന്ദ് ബിൻത് ഉത്ബയുടെ സംരക്ഷണത്തിലാണ് അന്ന് സൈനബ്. ഹിന്ദിനെ സംബന്ധിച്ചിടത്തോളം ബദറിൽ ഹിന്ദിന്റെ ബന്ധുക്കളൊക്കെ വധിക്കപ്പെട്ടതിലുള്ള നൈരാശ്യവും പ്രയാസവും കാരണത്താൽ പിന്നെ അവരുടെ സംരക്ഷണത്തിൽ എങ്ങനെയായിരുന്നു റസൂലുള്ളാഹിന്റെ മകൾ ഉണ്ടാകുക? അത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? പിന്നെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ പറഞ്ഞയക്കണം. എന്തിന്? സൈനബിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മക്കത്തിന്. അങ്ങനെ പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു സെയ്ദിനോട് റസൂലുള്ളാഹിനെ മോതിരം ഊരി കൊടുത്തിട്ട് പിന്നെ നീ പോണം, എന്നിട്ട് സൈനബിനെ എങ്ങനെയും മക്കയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു അൻഹു പോയി അദ്ദേഹത്തിന് മക്കയോട് അടുക്കാൻ പറ്റൂല. കാരണം എന്താ? മക്കത്തൊക്കെ മദീനക്കാരെ കണ്ടാൽ വിഴുങ്ങാൻ നിൽക്കുന്ന ആളുകളാണ്. കാരണം അവർക്ക് ആ ബദറിലേറ്റ പരാജയത്തിന്റെ കൈ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർദ്ദേശിച്ചതനുസരിച്ച് സെയ്ദ് പോയി. അപ്പൊ അബുൽ ആസിന്റെ ആടുകളെയും ഒട്ടകങ്ങളെയും മേക്കുന്ന ഒരു ഇടയനുണ്ടായിരുന്നു. ആ ഇടയനെ കണ്ട് ആ ഇടയന് മോതിരം കൊടുത്ത് റസൂലുള്ളാഹിന് മോതിരം കൊടുത്തിട്ട് ഇത് സൈനബിനെ ഏൽപ്പിക്കണം, എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരം അറിയിക്കണം. അങ്ങനെ പിന്നെ സൈനബിനോട് ഇന്ന സ്ഥലത്തെത്താൻ പറയണം. അങ്ങനെ സെയ്ദ് കൊണ്ടുവരാനാണ്, മദീനത്തേക്ക് കൊണ്ടുവരാനാണ്.
അപ്പോ പിന്നെ ഈ ഇടയൻ ചെന്ന് സൈനബിനോട് വിവരം പറഞ്ഞ് സൈനബ് അബുലാസിന്റെ സഹോദരൻ കിനാനയോട് പറഞ്ഞ് അങ്ങനെ കിനാനിയാണ് ഒരു ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് സൈനബിനെ മദീനയിലേക്ക് യാത്രയാക്കണം. അന്ന് സൈനബ് ഗർഭിണിയാണ്, സൈനബ് റളിയല്ലാഹു ഗർഭിണിയാണ്. ഈ ഹബ്ബാൻ ഇബ്നുൽ അസ്വദി വാർത്തയറിഞ്ഞ് സൈനബിന്റെ പിന്നാലെ കൂടി, ഒട്ടകത്തിന്റെ പിന്നാലെ കൂടി. അങ്ങനെ അയാൾ ആ ഒട്ടകത്തെ ആക്രമിച്ചു. സൈനബ് ഒട്ടകത്തിൽ നിന്ന് വീണു, അവരവിടെ വെച്ച് പ്രസവിച്ച് കുട്ടി മരിച്ചു. അങ്ങനത്തെ ആക്രമണം നടത്തിയത്. എന്നിട്ട് സൈനബ് ആ പിന്നെ വേദനയിൽ പിന്നെ മദീനയിലാണ് അയാൾ ചെയ്തത്. അപ്പൊ അങ്ങനെ അക്രമം ചെയ്ത ഈ ഹബ്ബാൻ ഇബ്നുൽ അസ്വദ് അയാൾ വേറെയും കുറെ, അയാളൊരു പിന്നെ തെറിയ അഭിഷേകം നടത്തുന്ന മനുഷ്യൻ കൂടിയായിരുന്നു, ദുഷ്ടനായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളെ ഭരിക്കാൻ പറഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയാണ്. അദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇട്ടൊന്ന് സലാം പറഞ്ഞ് റസൂലുള്ളാഹിനോട് പറഞ്ഞു, മുഹമ്മദ് നീ മാപ്പരുള്ളവനാണെന്നുള്ള അറിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാൾക്ക് ചെയ്തു. അയാൾക്ക് മാപ്പ് കൊടുത്ത് പിന്നെ അയാൾ ഇസ്ലാമികമായിട്ട് ജീവിതം നയിച്ചിട്ടുണ്ട്. മക്ക റിപ്പബ്ലിക് ആയതിനു ശേഷം ഇസ്ലാമികമായിട്ടുള്ള ജീവിതം നയിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ ആക്രമിച്ചതിന്റെ പേരിൽ മാത്രമല്ല അയാൾ ചെയ്യുന്നത് വിധിക്കപ്പെട്ടത് എന്നുള്ളത് അറിയിക്കാനാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഏറ്റവും വധിക്കപ്പെടാൻ ആരായിരുന്നു? ഈ ഹബ്ബാർ ഇബ്നുൽ അസ്വദ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല, വധിക്കപ്പെട്ടില്ല. അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഇബ്നു സബാദ ഇയാൾ വധിക്കപ്പെട്ടു. ഇയാൾ വധിക്കപ്പെടാൻ കാരണം ഇയാളുടെ സഹോദരനെ ഒരു ആള് പിന്നെ അബദ്ധത്തിൽ കൊന്നിരുന്നു, വധിച്ചിരുന്നു. ഒരു വ്യക്തി ഇയാളുടെ സഹോദരനെ വധിച്ചിരുന്നു. ഈ വധിക്കപ്പെട്ട വ്യക്തിക്കുള്ള ബ്ലഡ് മണി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാൾക്ക് വാങ്ങിക്കൊടുത്തു. ഇയാൾ മുസ്ലിം ആയിരുന്നു. ഇയാളുടെ സഹോദരനെ മറ്റൊരാൾ വധിച്ചു. അപ്പൊ വധിക്കപ്പെട്ടവന്റെ അടുത്ത് നിന്ന് ബ്ലഡ് മണി ഇയാൾക്ക് വാങ്ങിക്കൊടുത്തു. ആ ബ്ലഡ് മണി കൈപ്പറ്റി മനുഷ്യൻ എന്ത് ചെയ്ത്, സഹോദരനെ വധിച്ച ആ വ്യക്തിയെ ബ്ലഡ് മണി വാങ്ങിയിട്ട് പിന്നെ എന്ത് ചെയ്ത്, കൊന്നു. എന്നിട്ട് അയാൾ എന്ത് ചെയ്ത്, മുർത്തദ്ദായിട്ട് മക്കയിലേക്ക് ഓടി. അതുകൊണ്ടാണ് ഇയാൾ വധിക്കപ്പെടണം എന്ന്, കാരണം അയാൾ ചെയ്ത മഹാന്യായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതിനാൽ ഇയാൾ വധിക്കപ്പെടട്ടെ. കഅബ് ബിൻ സുഹൈർ കവിയാണ്. ജാഹിലി കവി സുഹൈർ ബിൻ അബി സുൽമയുടെ അല്ലെങ്കിൽ സൽമയുടെ മകനാണ് കഅബ് ബിൻ സുഹൈർ. സുഹൈർ ഇബ്നു അബി സൽമ എന്ന് പറയുന്ന ജാഹിലി കവി, അയാൾ ഇസ്ലാം മതങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ ജീവിച്ച ആളാണ്. അയാൾ പിന്നെ ആഗതനാകാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള വിവരം ക്രൈസ്തവരിൽ നിന്ന് കേട്ടിട്ട് പ്രവാചകനെ വെയിറ്റ് ചെയ്യാൻ, നബിസ്വല്ലല്ലാഹു വെയിറ്റ് ചെയ്യാൻ. പക്ഷെ നബിസ്വല്ലല്ലാഹു നിയോഗിതരാകുന്നതിന് മുമ്പ് എന്ത് ചെയ്ത് അയാൾ മരണപ്പെടുന്നതിന് മുമ്പ് തന്റെ 2 മക്കളായ കഅബിനോടും ബുജൈറിനോടും അയാൾ വസിയത്ത് ചെയ്തിരുന്നു സമാഗതനാകാൻ പോകുന്ന പ്രവാചകനെ കുറിച്ച്. ആ പ്രവാചകനെ നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് സുഹൈർ മക്കളായ കഅബിനോടും ബുജൈറിനോടും പറഞ്ഞിരുന്നു. ബുജൈർ ഇസ്ലാം സ്വീകരിച്ചു. കഅബ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച് പാടുകയാണ് ചെയ്തത്. കവികൾക്കൊന്നും വലിയ സ്വാധീനമാണ്, സാഹിത്യകാരന്മാർക്ക് പൊതുവെ, പ്രത്യേകിച്ച് കവികൾ. കാരണം അവരുടെ നാവ് ഭയങ്കരമാണ്. അത് കാരണത്താൽ ഇയാൾ തന്റെ കാവ്യങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം ആക്ഷേപിക്കുകയും മോശപ്പെടുത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാൾ വധിക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇയാൾ വധിക്കപ്പെട്ടില്ല. കാരണം എന്താ? സഹോദരൻ ബുജൈർ ചെന്നിട്ട് അയാളോട് പറഞ്ഞ്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് ക്ഷമാപണം നടത്തുകയാണെങ്കിൽ മുഹമ്മദ് മാപ്പ് നൽകും, നിർഭയത്വം നൽകും. അതുകൊണ്ട് ഭയക്കേണ്ട, ചെല്ലാൻ പറയണം. അപ്പൊ അയാളുടെ ഇന്നലകളെ അനുസ്മരിക്കുകയാണ്, എനിക്ക് എങ്ങനെ മാപ്പ് കിട്ടും? പക്ഷേ റസൂലുള്ളാഹി മാപ്പ് നൽകും എന്ന് ബുജൈർ പറഞ്ഞതനുസരിച്ച് അയാളെ എവിടെ വെച്ച് കണ്ടാലും മുസ്ലിമീങ്ങൾ കൊല്ലുന്ന രീതിയിലാണ്. കാരണം അയാൾക്കറിയാം, കാരണം അയാളുടെ ചെയ്തികൾ. വേഷപ്രച്ഛന്നനായിട്ട് വന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിന്നത് അയാൾ ക്ഷമാപണം ചോദിക്കുന്നത്. അങ്ങനെ അയാളുടെ കവിതയിൽ കാണാൻ അതായത് റസൂലുള്ളാഹി എനിക്കെതിരിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള വാർത്ത എനിക്കുണ്ട്. പക്ഷേ എന്നാലും റസൂലുള്ളാഹിന്റെ അടുക്കൽ മാപ്പ് പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ് എന്നുള്ള വിവരവും എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് മാപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല
അയാളെ പിന്നെ മുസ്ലിമീങ്ങൾ ഇനി അബദ്ധത്തിൽ പോലും കൊല്ലരുത് എന്ന് വിചാരിച്ച് റസൂൽ തന്റെ വസ്ത്രം ബുർദ റസൂലിന്റെ പൊത ഊരിയിട്ട് അയാളെ ധരിപ്പിച്ചു. ഈ വ്യക്തിയെ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ധരിപ്പിച്ചു. അങ്ങനെ കഅബ് ബിൻ സുഹൈർ പദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇക്രിമ ഇബ്നു അബീ ജഹലിനെയും റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ വധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട്? അബൂജഹലും ഇക്രിമയും നാഫിമോനും ഒരുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കുകയും വളരെയധികം പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്ത രണ്ടാളുകളാണ് ആര്? അബൂജഹലും മകൻ ഇക്രിമയും. അതുകൊണ്ട് കൊല്ലാൻ വേണ്ടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റസൂലുള്ളാഹിന്റെ ബദ്ധ വൈരിയായിരുന്നു അബൂജഹൽ. അബൂജഹലിനെ പോലെ തന്നെ റസൂലുള്ളാഹിനോട് ശത്രുത കൊണ്ട് നടത്തിയിരുന്ന ആളാണ് ഇക്രിമ. പക്ഷെ ഇക്രിമ അദ്ദേഹം പല പ്രേരകങ്ങളാൽ അയാൾ എന്ത് ചെയ്യാണ്? മടങ്ങാണ്, ഇസ്ലാമിലേക്ക് മടങ്ങാണ്. അതിലൊരു പ്രധാനപ്പെട്ട കണ്ണി അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ഹക്കീം ബിന്തുൽ ഹാരിസാണ്. ഉമ്മു ഹക്കീം ബിന്തുൽ ഹാരിസാണ് ഭാര്യ. ഉമ്മു ഹക്കീം ബിന്തുൽ ഹാരിസ് ഇടപെട്ട് ഇക്രിമയെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് എത്തിക്കണം. അതിന് പല ചരിത്ര കാരണങ്ങളുണ്ട് അദ്ദേഹം മടങ്ങാൻ വേണ്ടിയിട്ട്. അത് വിശദമായിട്ട് പറയാൻ സമയമില്ല. ഏതായാലും ഇക്രിമ ഇബ്നു അബീ ജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാപ്പ് ചോദിക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്രിമയെ സ്വീകരിക്കണം. റസൂലുള്ളാഹിന്റെ കയ്യിൽ ഇക്രിമയുടെ കൈവച്ച് ഇക്രിമ പറയാണ്, റസൂലെ, ഞാൻ വളരെയധികം ശത്രുത നിങ്ങൾക്ക് എതിരിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ സന്ദർഭം എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, ഇവിടെ വെച്ച് നിങ്ങൾ അള്ളാഹിനോട് എനിക്ക് വേണ്ടിയിട്ട് പുറക്കണം. അപ്പൊ റസൂൽ അവിടെ വെച്ച് പറയാണ്, അള്ളാഹുവേ, ഇക്രിമ എന്നോട് എത്ര ശത്രുത വെച്ച് പുലർത്തിയിട്ടുണ്ടോ ആ ശത്രുത മുഴുവൻ നീ അതിലൊക്കെ മാപ്പ് കൊടുക്കണം ഇക്രിമക്ക് എന്ന് പറഞ്ഞ് റസൂൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ പിന്നെ ഇക്രിമയുടെ എല്ലാ ചരിത്ര സമയങ്ങളും അത് ഇസ്ലാമിന് വളരെ വിലപ്പെട്ടതായിരുന്നു. സമയങ്ങൾ ഇസ്ലാമിന് വളരെ വിലപ്പെട്ടതായിരുന്നു. എത്രമാത്രം എന്ന് ചോദിച്ചാൽ ഈ ഇക്രിമ ഇസ്ലാമിന്റെ വലിയൊരു ആയുധമായി മാറി. ചരിത്ര പ്രസിദ്ധമായ യർമൂക്ക് യുദ്ധത്തിൽ ഖാലിദാണല്ലോ, ഖാലിദ് ബിൻ വലീദാണ് സൈനിക പടയാളി. ചരിത്രത്തിൽ കാണാം, ഈ ഇക്രിമ പിന്നെ യർമൂക്കിൽ ഷഹീദാണ്, രക്തസാക്ഷിയാണ്. അദ്ദേഹം പിന്നെ യുദ്ധകളത്തിൽ വീണ് കിടക്കുമ്പോൾ മരണത്തോടെ എടുക്കുകയാണ്. അപ്പൊ ഖാലിദ് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ വേണ്ടത്, വെള്ളം വേണമെന്ന് ചോദിക്കണം. അപ്പൊ അദ്ദേഹം വെള്ളം വേണമെന്ന് ആംഗ്യം കാണിച്ചപ്പോൾ വെള്ളം കൊണ്ടുവരികയാണ്. അപ്പോ ഇക്രിമയുടെ ഒരു ബന്ധു അദ്ദേഹവും മരണാസന്നായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇക്രിമ പറയാണ്, അവിടെ കൊടുക്കണം വെള്ളം. അപ്പൊ ഖാലിദ് ആ വെള്ളമായിട്ട് അവിടെ ചെന്നപ്പോൾ അയാൾ മരിച്ചു. ഇക്രിമയുടെ അടുക്കിലേക്ക് വെള്ളമായിട്ട് വന്നപ്പോഴത്തേക്ക് ഇക്രിമയും ഷഹീദായി. അപ്പൊ ഖാലിദ് റളിയല്ലാഹു വെള്ളം അടിച്ചു അള്ളാഹുവേ, സ്വർഗത്തിൽ നിന്ന് നീ ഇവരെ കുടിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഇക്രിമയെ അന്ന് അവര് പരലോകത്തേക്ക് യാത്രയാക്കുന്നത്. ഏതായാലും ഇക്രിമ ഇബ്നു അബീ ജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വധിക്കാൻ കൽപ്പിച്ചിരുന്നു. അദ്ദേഹവും വധത്തിൽ നിന്ന് ഒഴിവായി. മക്കഫത്തിൽ അദ്ദേഹത്തെയും വധിച്ചില്ല. രണ്ട് സ്ത്രീകൾ, അത് ഈ അബ്ദുല്ലാഹ് ഇബ്നു ഖത്തലിന്റെ നർത്തകിയാണ്. ഒന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഖത്തലിന്റെ നർത്തകിയാണ്. ഫർത്തന എന്നാണ് അവരുടെ പേര്, ഈ പെണ്ണിന്റെ പേര്. വേറൊരു പെണ്ണ് കൂടി ഉണ്ടായിരുന്നു. ഇവര് അബ്ദുല്ലാഹ് ഇബ്നു ഖത്തലിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ഡാൻസ് ആടുകയും തെറിപ്പാട്ട് പാടുകയും ചെയ്തിരുന്ന സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് അവരെ പിന്നെ വധിക്കാൻ പറഞ്ഞു. അതിലൊരു സ്ത്രീ അബ്ദുല്ലാഹി ഇബ്നു ഖത്തലിനോടൊപ്പം വധിക്കപ്പെട്ടു. പക്ഷെ മറ്റേ സ്ത്രീ അഭയം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അഭയം നൽകി, അവരെ വധിച്ചില്ല. സാറ എന്ന് പറയുന്ന ഈ പെണ്ണ് ആദ്യകാലത്ത് അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിൽ, അബ്ദുൽ മുത്തലിബിന്റെ റസൂലുള്ളാഹിയുടെ വലിയപ്പ, ആ കുടുംബത്തിലെ ഒരു വൃത്തിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ പിതൃ സഹോദരങ്ങളുടെ ഒക്കെ ഒരു വൃത്തിയായിരുന്നു. അവർക്ക് റസൂലുള്ളാഹിനെ അറിയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടരൊക്കെ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ പിന്നെ അവർ ഇക്രിമയുടെ കീഴിലായിരുന്നു. ഇക്രിമ റളിയല്ലാഹുവിന്റെ കീഴിലായിരുന്നു ഈ സാറ ഉണ്ടായിരുന്നു. ഈ സാറ എന്ത് ചെയ്യും? ഇവര് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം അവർ മദീനത്തേക്ക് വരും. അങ്ങനെ മദീനത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ പിന്നെ പ്രയാസങ്ങള്, വെറുതെ ഇതൊക്കെ ആവലാതിപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർക്ക് നല്ല സ്വത്ത് കൊടുക്കും. അവിടുന്ന് സ്വത്തൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ ശേഖരിച്ചൊക്കെ നൽകിയതിനു ശേഷം അവരെന്ത് ചെയ്യും? മക്കത്തേക്ക് പറഞ്ഞയക്കും. വീണ്ടും അവർ പിന്നെയും വരും, ഇടക്കിടക്ക് മദീനയിലേക്ക് വരും. അവർ മുസ്ലിം അല്ല, ഈ സഹാറ മുസ്ലിം അല്ല, ഇസ്ലാമിന്റെ ശത്രുവാണ്. പക്ഷേ അവര് പണ്ട് കാലത്ത് റസൂലുള്ളാഹിക്കും ഒക്കെ പിന്നെ
സേവനം ചെയ്തിരുന്നു എന്നതിന്റെ മേൽവിലാസത്തിലാണ് മദീനയിൽ വരുന്നത്. എന്നിട്ട് റസൂലുള്ളാഹിനോട് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി വീണ്ടും അവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ട് അവരെന്ത് ചെയ്യും? സാമ്പത്തികമായി സഹായിച്ചിട്ട് യാത്രയാക്കും. ഇതാണ് അവരുടെ പതിവ്. ഈ സ്ത്രീയാണ് പിന്നെ മക്ക മദീന റസൂലുള്ളാഹി പുറപ്പെടുന്ന സമയത്ത് ഹാത്തിബ് ഇബ്നു അബീ ബൽതാന്റെ കത്ത് മുടിയിലേക്കിട്ട് വരുന്നത് കണ്ടോ. റസൂലുള്ളാഹിന്റെ സഹായം വാങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ പാരയായിട്ട് വരുന്നത് ആരാണ്? ഈ പെണ്ണാണ്. അതിന് കത്ത് വാങ്ങിയിട്ട് അവരെ വിടുകയാണ് ചെയ്തത്. അവർ മക്കത്തേക്ക് രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ആ സ്ത്രീ വന്ന് റസൂലുള്ളാഹിനോട് വീണ്ടും മാപ്പ് ചോദിച്ചു. അങ്ങനെ മക്കം ഫത്തഹിന്റെ അവധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹദിക്ക് മാപ്പ് കൊടുത്തു. മനസ്സിലായി. പിന്നെ അവർ മുസ്ലിമായി ജീവിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലാണ് ഈ സാറ പിന്നീട് മരണപ്പെടുന്നത്. മുസ്ലിമത്തായിട്ടാണ് അവര് മരണപ്പെടുന്നത്. അപ്പോ ഇതാണ് പിന്നെ അന്ന് വധിക്കാൻ വേണ്ടി കൽപ്പിച്ച ആളുകളുടെ ഒരു പിന്നെ ലിസ്റ്റ്. ഇതിൽ ചിലര് ഹിന്ദ് ബിന്ദു ഉത്ബയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹിന്ദ് ബിന്ദു ഉത്ബ അബൂ സുഫിയാന്റെ ഭാര്യയാണ്. അവരെ വധിക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ചില ചരിത്രങ്ങളിൽ. പക്ഷേ ഹിന്ദ് എന്ത് ചെയ്തിട്ടില്ല, വധിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് അവരെന്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ച് വളരെ മാന്യമായ ജീവിതമാണ് നയിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം ബുദ്ധികൂർമ്മതയിൽ പ്രശംസിച്ച് പറഞ്ഞൊരു പെണ്ണാണ് ഹിന്ദ് ബിന്ത് ഉത്ബ. അതേപോലെ മറ്റു രണ്ട് പേരുണ്ട്. ഒന്ന് ഹിഷാം ഇബ്നുൽ ഹാരിസ്, അതേപോലെ തന്നെ സുഹൈർ ഇബ്നു അബി ഉമയ്യ. ഈ ഹിഷാം ഇബ്നുൽ ഹാരിസും പിന്നെ സുഹൈർ ഇബ്നു അബി ഉമയ്യയും അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല അലിയാരുടെ പെങ്ങൾ ഉമ്മു ഹാനിയുടെ വീട്ടിലേക്ക് ഓടിക്കയറി. മക്കം ഫത്തഹിന് മുസ്ലിം സൈന്യം വരുമ്പോ വരെന്ത് ചെയ്ത് നിക്കക്കള്ളില്ലാതെ, കാരണം അവർക്കൊക്കെ അറിയാം എന്താ നടക്കാൻ പോകുക എന്നുള്ളത്. കാരണം അവരുടെ ഒക്കെ ദുഷ്ട ചെയ്തികൾ അങ്ങനെയായിരിക്കും റസൂലുള്ളാഹിനോടും മുസ്ലിമീങ്ങളോടും. അതുകൊണ്ട് ഒരിക്കലും അവർക്കെന്തില്ല, നിൽക്കാൻ കഴിയണില്ല. ശരിയാണ്, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർക്ക് നിർഭയത്തുണ്ട്, സ്വന്തം വീട്ടിൽ കഥകടച്ചിരിക്കുന്നവർക്ക് നിർഭയത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ നിർഭയത്വം പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിലും അവർക്ക് സമാധാനമല്ല. കാരണം എന്താ, അവരുടെ നിലകളെ നോക്കുകയാണ്, അവരുടെ അക്രമ ചെയ്തികൾ അവർ ഓർക്കുകയാണ്. അതുകൊണ്ട് ഈ സുഹൈർ ഇബ്നു അബി ഉമയ്യയും ഹിഷാം ഇബ്നുൽ ഹാരിസും ഉമ്മു ഹാനിന്റെ വീട്ടിലേക്ക് ഓടിക്കയറി. കാരണം ഇവര് ബനു മഖ്സൂം ഗോത്രക്കാരാണ്. ഉമ്മു ഹാനിന്റെ ഭർത്താവ് ബനു മഖ്സൂം ഗോത്രക്കാരാണ്. അപ്പൊ മാത്രമല്ല ഈ ഉമ്മു ഹാനിയുടെ ഭർത്താവിന്റെ ബന്ധുക്കളാണ് ഈ ഹിഷാം ഇബ്നുൽ ഹാരിസും സുഹൈർ ഇബ്നു അബി ഉമയ്യയും. അവർ ഉമ്മു ഹാനിന്റെ വീട്ടിലേക്ക് തള്ളിക്കയറിയിട്ട് അത് ഉമ്മു ഹാനിയോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു അഭയം നൽകണം, ഞങ്ങളെ കൊന്നേക്കുമോ. അത് അലി കണ്ട് പെങ്ങളെ വീട്ടില് ഇവർ കയറിയിരിക്കുന്നത് അലിയാണ്. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്ത് വാളയിട്ട് വന്നപ്പോൾ ഉമ്മു ഹാനി എന്ത് ചെയ്തു, അലിയാരെ തള്ളി മാറ്റിയിട്ട് കഥ കുറ്റിയിട്ട് നേരെ ഉമ്മു ഹാനി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാണ്. ഫാത്തിമ അങ്ങനെ റസൂലുള്ളാഹിക്ക് പിന്നെ മറ പിടിച്ചിട്ട് അങ്ങനെ റസൂലുള്ളാഹി കുളിക്കുമ്പോ മർഹബൻ ഉമ്മു ഹാനി എന്ന് പറഞ്ഞ റസൂലുള്ളാഹി അവരെ സ്വീകരിച്ച് പിന്നെ ഉമ്മു ഹാനി പറഞ്ഞു, റസൂലെ ഞാൻ രണ്ട് അമുസ്ലിമീങ്ങൾക്ക് അഭയം നൽകിയിട്ടുണ്ട്, ഞാൻ അഭയം നൽകിയിട്ടുണ്ട്, അവരെ കൊല്ലണം എന്ന് അലി ശഠിക്കാണ്, ആങ്ങളെ അലി ശഠിക്കാണ്, അലി ബിൻ അബി താലിബ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ലഖദ് അജർനാ മൻ അജർതിയ ഉമ്മു ഹാനി, നിങ്ങൾ അഭയം നൽകിയവർക്ക് ഞാൻ അഭയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവരെ കൊല്ലരുത് എന്ന് അലിയാരോട് പറയുന്നത്. അങ്ങനെ ഉമ്മു ഹാനി വന്നിട്ട് അലിയാരോട് പറഞ്ഞു, റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു. അലി മടങ്ങി. അങ്ങനെ ആ രണ്ടുപേരും ഹിഷാം ഇബ്നുൽ ഹാരിസും സുഹൈർ ഇബ്നു അബി ഉമയ്യയും വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വലിയ ശത്രുവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആരാ ശത്രു? അബൂലഹബിന്റെ ഒരു മകൻ കൊല്ലപ്പെട്ടു, സിംഹം കൊന്ന കഥ ഉണ്ടല്ലോ, അതാരാ? ഉതൈബയാണ്. പിന്നെ രണ്ട് മക്കളുണ്ട്, ഉത്ബയും മിഅ്തബും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരും റസൂലുള്ളാഹിന്റെ വലിയ ശത്രുക്കളായിരുന്നു. പക്ഷെ മക്ക ഫത്തഹിൽ റസൂലുള്ളാഹി അബ്ബാസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ബാസ് നിങ്ങളുടെ സഹോദര പുത്രന്മാരെവിടെ എന്ന് ചോദിച്ചു. അബ്ബാസിന് മനസ്സിലായി. എന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അവർ രണ്ടുപേരെയും അള്ളാഹുവിനോട് എനിക്ക് ദാനമായി നൽകണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഉത്ബ വന്നു, അബൂലഹബിന്റെ രണ്ട് മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൃത്യമായി സ്വീകരിച്ചു. ഉത്ബയും മിഅ്തബും അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ അവർ ഇസ്ലാമിന്റെ വലിയ അനുയായികളായിരുന്നു, റസൂലുള്ളാഹിന്റെ വലിയ സഹായികളായിരുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈനിൽ പോയപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ ഉറച്ചു നിന്ന ശക്തന്മാരായ രണ്ട് പേരായിരുന്നു ആര്? ഈ ഉത്ബയും മിഅ്തബും. മക്ക ഫതഹായി. ഇവിധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി തന്നെ
ഏറ്റവും കൂടുതൽ ആക്രമിച്ചിരുന്ന ആളുകൾ, അവരെ പലരെയും വധിക്കണം എന്ന് റസൂലുള്ള പേരെടുത്ത് പറഞ്ഞ ആളുകൾ, അവർക്ക് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുത്തു. ഇതിൽപ്പെട്ട ഒരാളാണ് വഹ്ഷി ഇബ്നു ഹർബ്, ഹംസത്തിനെ കൊന്ന വഹ്ഷി. ആ വഹ്ഷി വരെ ഇസ്ലാം സ്വീകരിച്ച് റസൂൽ അദ്ദേഹത്തിന് മാപ്പ് നൽകി. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാപ്പിനാൽ, വിശാല മനസ്കതയാൽ, വിട്ടുവീഴ്ചയാൽ പല രക്തം ചിന്തപ്പെടേണ്ട പലരും എന്ത് ചെയ്ത് രക്ഷപ്പെടുകയുണ്ടായി. ഈ ശരീരത്തെ ഈ ചിലരാണ് എന്ത് ചെയ്തിട്ട് അവരാണ് വധിക്കപ്പെടുകയുണ്ടായത്. അവർ മാത്രമാണ് അതിൽ വധിക്കപ്പെടുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ റീഖുവ എന്ന് പറഞ്ഞ മക്കയുടെ അതിർത്തിയിൽ എത്തിയപ്പോഴത്തേക്ക് സഹാബികൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്രശിരസ്കനായിട്ട്, ഒട്ടകപ്പുറത്ത് നമ്രശിരസ്കനായിട്ട്, റസൂലുള്ളാഹിന്റെ താടി അത് ഒട്ടകത്തിന്റെ മുതുകിൽ കുത്തുന്ന രീതിയിൽ തല താഴ്ത്തിയാണ് റസൂൽ എന്ത് ചെയ്യുന്നത് മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. ഒരിക്കലും ഒരു നിഗളിപ്പ്, ഞാൻ വിജയിച്ചു എന്ന ആ ഒരു ഗമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശേഷം പ്രകടിപ്പിക്കാതെ വിനയാന്യതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രവേശിക്കുന്ന രംഗമാണ് ആര് കാണുന്നത്? മക്കക്കാർ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെല്ലാവരും തന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ, ഞാൻ എന്ത് നിങ്ങളെ കൊണ്ട് ചെയ്യും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, വിചാരിക്കുന്നത്? മാവന്നക്കും നിങ്ങളുടെ വിചാരം എന്താണ്, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുമെന്ന വിഷയത്തിൽ എന്ന് ചോദിച്ചപ്പോൾ മക്കക്കാരെ ഒറ്റ സ്വരത്തിൽ അവർ പറയുന്നത്, അഹ്വൻ കരീം വബ്നു അഖിൻ കരീം, നീ ഒരു മാന്യ സഹോദരനാണ്, ഒരു മാന്യ സഹോദരന്റെ മകനാണ്. ആ ഒരു വിശേഷനാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസ്രീബ അലൈക്കും അൽയൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഇന്നേ ദിവസം നിങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടിയുമില്ല, അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കും, അള്ളാഹു ഏറെ കരുണ കാണിക്കുന്നവനാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മാപ്പ് നൽകി മക്ക ഫതഹാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ കഅബയുടെ മുകളിൽ കയറി ആവശ്യപ്പെട്ടു. വിഗ്രഹങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയെ മോചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയിൽ കയറി ദുആ ചെയ്തു. മറ്റ് ചില സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്തുൽ ഈ ഫതഹിന്റെ വിശദീകരണത്തിൽ ചില ചരിത്രങ്ങളും അതേപോലെ കുറെ വിശ്വാസപരമായിട്ടുള്ള മസാലകളും നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെയും ആ മഹാ അനുപമമായ കുറെ ചരിത്രങ്ങൾ, അതിലെ ചില ഭാഗങ്ങളെ ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തായിട്ട് പൂർത്തിയാക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.